ഓം ശാന്തി. ഗീത നമ്മളോട് പറയുന്നുണ്ട്, കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. സ്വന്തം കർമ്മത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അല്ലാതെ എൻ്റെ വിധി അങ്ങനെയാണ്, എൻ്റെ ജാതകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജാതകം അങ്ങനെയാണ്. എനിക്ക് പലപ്പോഴും ചിരി വരാറുള്ളൊരു കാര്യമാണ്. ഗജകേസരി യോഗം എന്നായിരിക്കും ഒരു പക്ഷേ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. കുട്ടി വേണമെങ്കിൽ ആനപ്പാപ്പാനായിട്ടായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ഇതൊക്കെ പലയിടത്തും നമ്മൾ കാണുന്ന കാര്യമാണ്. പേര് സൗഭാഗ്യവതി, ജാതകത്തിൽ പറയുന്നു 4 തോഴിമാർക്കൊപ്പം ജീവിക്കുക എന്ന്. പക്ഷേ ഈ 4 തോഴിമാർ പക്ഷേ കിടക്കുന്ന പേഷ്യൻ്റായിട്ട് ചികിത്സിക്കാനും ആവാം. അതുകൊണ്ട് ജാതകം എന്ന് പറഞ്ഞ് അന്ധമായി വിശ്വസിക്കാതെ തൻ്റെ കർമ്മത്തിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. ഞാൻ എല്ലാവരുടെ ജാതകം തെറ്റാണെന്നോ ജ്യോതിഷം തെറ്റാണെന്നൊന്നും പറയാൻ ആളല്ല. അത്രയ്ക്കൊന്നും ഒരാൾക്കും പറയാൻ പറ്റില്ല. ഒരാളുടെ കർമ്മം കൊണ്ട് രചിക്കപ്പെട്ട കർമ്മത്തെ നമുക്ക് എന്ത് പറയാൻ? അതിൻ്റെയൊക്കെ അധികാരി മേലിരിക്കുന്നുണ്ട്. ആ ഭഗവാന്റെ ആജ്ഞ എന്താണെങ്കിൽ ഒക്കെ നടന്നോട്ടെ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഭഗവാൻ എന്നും തൻ്റെ മഹാവാക്യത്തിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്, നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾക്ക് സ്വന്തം ജാതകത്തെ മാറ്റി എഴുതാനായിട്ട് സാധിക്കും. ഇതിനുതകുന്ന ഒരു കൊച്ചു കഥ ഞാൻ ഓർത്തു പോവുകയാണ് ഈ സന്ദർഭത്തിൽ. ഒരു രാജാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്ത മകൻ ആലസ്യവും ഈർഷ്യയും ക്രോധിയും അഹങ്കാരിയൊക്കെ ആയിട്ടൊരു പുത്രൻ. ഇളയ മകനാണെങ്കിൽ വിനയവും സ്നേഹവും കഠിനാധ്വാനവും ഒക്കെയുള്ള ഒരാൾ. ഇങ്ങനെ ആ 2 പേരും യുവാവസ്ഥയിലെത്തുന്ന സമയമാകുമ്പോഴത്തേക്കും രാജാവിൻ്റെ അന്ത്യദിവസങ്ങളായി. രാജാവ് തൻ്റെ 2 മക്കളെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ 2 പേരിലും ആര് യോഗ്യനെന്ന് കണ്ടെത്തിക്കൊണ്ട് രാജാഭിഷേകം നടത്താൻ എനിക്ക് സമയം കിട്ടിയില്ല. നിങ്ങൾ തമ്മിലൊരു ഘർഷണം വരാതിരിക്കാൻ ഞാനൊരു ഉപായം കണ്ടിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഒരു നദിയുണ്ട്, വെള്ളം പോകുന്ന ഒരു നദിയുണ്ട്. ആ നദിയിൽ നിന്നാണ് ആ രാജ്യത്തിലേക്ക് വേണ്ട മുഴുവൻ വെള്ളവും കൊടുക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കരയിലുള്ള ഭാഗം ജ്യേഷ്ഠനും മറുകരയിലുള്ള ഭാഗം അനിയനും എടുക്കട്ടെ എന്ന്. ഉടനെ അഹങ്കാരിയായിട്ടുള്ള ജ്യേഷ്ഠൻ പറഞ്ഞു, രാജ്യാവകാശം എപ്പോഴും മൂത്ത പുത്രനുള്ളതാണ്. അതുകൊണ്ട് കൊട്ടാരമുള്ള വലിയ കൊട്ടാരമുള്ള ഭാഗം എനിക്ക്, അവരുടെ വേനൽക്കാല വസതിയായിട്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ കൊട്ടാരം മറുഭാഗത്തുണ്ട്, അവിടെ അനിയനും എടുത്തോട്ടെ എന്ന് പറയാനു. ശരി, 2 പേരും തീരുമാനമായി. പക്ഷെ വെള്ളം 2 ആളും എടുക്കണം എന്ന് അച്ഛൻ ആവശ്യപ്പെട്ടു. അത് പറഞ്ഞധികം കഴിയാതെ രാജാവ് മരിച്ചുപോയി. രാജാവിൻ്റെ പുത്രന്മാർ 2 പേരും അവനവൻ്റെ രാജ്യങ്ങളിൽ അധികാരികളായി. ഇളയവൻ്റെ രാജ്യത്തിലെ ആളുകൾ വെള്ളമെടുക്കാൻ വന്നപ്പോൾ മൂത്തവൻ തൻ്റെ പട്ടാളക്കാരോട് പറഞ്ഞു വെച്ചു, ഈ നദി എൻ്റെ രാജ്യത്തിൻ്റെ അതിരായി ഒഴുകുന്നതാണ്, അധികാരം എനിക്കുള്ളതാണ്, ഇതിലെ വെള്ളം തരാൻ പറ്റില്ല എന്ന്. അനിയൻ്റെ രാജ്യത്തിലെ ആളുകൾക്ക് വെള്ളമില്ലാണ്ട് ജീവിക്കാനാവില്ല. അപ്പോൾ അനിയൻ പറഞ്ഞു, ഇത് ശരിയാവില്ല, നമുക്ക് 2 പേർക്കും കൂടി ഒരുപോലെ വെള്ളം ഉപയോഗിക്കാനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യം അച്ഛൻ തന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് എൻ്റെ പ്രജകളും എൻ്റെ ആളുകളും ഇതിന് വെള്ളം എടുക്കുക തന്നെ ചെയ്യുമെന്ന്. അപ്പോൾ മൂത്തവൻ പറഞ്ഞു, നിനക്ക് വെള്ളം എടുക്കണം എന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ടി വരുമെന്ന്. അങ്ങനെ 2 പേരും തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചു. ആ നഗരത്തിൻ്റെ അടുത്തായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. അപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ പോയി ആ ജാതകം കാണിച്ച് ചോദിക്കുകയാണ്, എൻ്റെ ജാതകപ്രകാരം ഞാൻ ഈ യുദ്ധത്തിൽ ജയിക്കോ ഇല്ലേ എന്ന്. അപ്പോൾ പറഞ്ഞു, ഓ ജയിക്കും, തീർച്ചയായിട്ടും നീ തന്നെയാണ് വിജയിയാവുക, നിൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അനിയൻ ജാതകം കൊണ്ടുപോയി നോക്കി പറഞ്ഞു, ഈ യുദ്ധത്തിൽ നീ തോൽക്കുമെന്നാണ് നിൻ്റെ ജാതകത്തിൽ കാണുന്നത് എന്ന്. തോറ്റാലും ശരി, എൻ്റെ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കാൻ പറ്റാതെ ജീവിച്ചിരിക്കുന്നേക്കാൾ നല്ലത് മരിക്കുന്നത് തന്നെയാണ്. തോറ്റിട്ട് ഈ രാജ്യം കൂടെ ജ്യേഷ്ഠക്കണമെങ്കിൽ എടുക്കട്ടെ, എന്നാലും ഞാൻ എൻ്റെ കർമ്മം ചെയ്യാതിരിക്കില്ല എന്നായി അനിയൻ്റെ വാശി. അങ്ങനെ 2 പേരും കൂടെ യുദ്ധം തുടങ്ങി. ജ്യേഷ്ഠൻ ഉറപ്പായിരുന്നു ഞാൻ ജയിച്ചിരിക്കും എന്നത്. കാരണം എൻ്റെ ജാതകത്തിൽ ഞാൻ ജയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ജയത്തിൻ്റെ ഒരു പൂർണ്ണ വിശ്വാസത്തിൻ്റെ പേരുണ്ടായ ഓവർ കോൺഫിഡൻസ്. യുദ്ധം ചെയ്യുന്ന സമയത്ത് ഡോണ്ട് കെയർ ആയിട്ടായിരുന്നു ജ്യേഷ്ഠൻ യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നത്. അയാളുടെ കുതിരയുടെ കാല് മുറിഞ്ഞു, നെവർ മൈൻഡാക്കി. അവസാനം അയാളുടെ കുതിരയുടെ കടിഞ്ഞാൺ മുറിഞ്ഞു അയാളുടെ കയ്യിൽ നിന്ന്. മുറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുതിര അയാൾ എവിടെയോ കൊണ്ട് വീഴ്ത്തി, അയാൾ വധിക്കപ്പെട്ടു. അനിയൻ രാജാവായിട്ട് വരികയും ചെയ്തു. അനിയൻ്റെ മനസ്സിൽ ഞാൻ തോൽക്കും എന്ന ഭയമുള്ളത് കൊണ്ട് അയാൾ വളരെ കെയർഫുള്ളായിക്കൊണ്ട് യുദ്ധം ചെയ്തു. ജ്യേഷ്ഠൻ ഞാൻ ജയിക്കുമെന്ന് കേട്ടതുകൊണ്ട് ഓവർ കോൺഫിഡൻ്റ് ആയിട്ടും യുദ്ധം ചെയ്തു. ജയിക്കുമെന്നുള്ള ജാതകം പരാജയത്തിലേക്കും തോൽക്കുമെന്ന ജാതകം വിജയത്തിലേക്കും മാറ്റി. കർമ്മമാണ് ആധാരം. അല്ലാതെ നമ്മൾ ജാതകത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ജാതകത്തിൽ രാജാവാവും എന്ന് പറഞ്ഞിരുന്നാൽ കുടിക്കാനുള്ള വെള്ളം പോലും വായിലേക്ക് എത്തണമെങ്കിൽ ആ ഗ്ലാസ് വെള്ളം എടുത്ത് വായ വരെ എത്തിക്കാതെ വെള്ളം കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുരുഷാർത്ഥമാണ് പ്രാധാന്യം, പ്രാപ്തിയല്ല എന്ന് ഗീത നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാ ധർമ്മഗ്രന്ഥത്തിലും ധർമ്മപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ കർമ്മമാണ് എല്ലാത്തിൻ്റെ ആധാരമെന്ന്. സ്വയം ഭഗവാൻ തന്നെ മഹാവാക്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു കർമ്മമാണ് ഭാവിയുടെ ഭാഗ്യം വരയ്ക്കാനുള്ള പേന.
അതുകൊണ്ട് തൻ്റെ ജാതകം, വിധി, എൻ്റെ തലവര അങ്ങനെയായിപ്പോയി, എൻ്റെ വിധി ഇങ്ങനെയായിപ്പോയി, എന്ത് ചെയ്യാനാണ്, എൻ്റെ ജാതകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞുള്ളത്, ഇങ്ങനെ പലതിനെയും കുറ്റപ്പെടുത്തി സ്വന്തം അമൂല്യമായ ജീവിതത്തെ നഷ്ടപ്പെടുത്താതെ കഠിനാധ്വാനത്തിലൂടെ, അവനവൻ്റെ പരിശ്രമത്തിലൂടെ, ആത്മവിശ്വാസത്തിലൂടെ പരിശ്രമിച്ചാൽ ഏത് ജാതകവും നമുക്ക് മാറ്റി എഴുതാം. അതുകൊണ്ട് സ്വന്തം ജാതകം തിരുത്തി എഴുതണം. നിങ്ങളെന്നും വിജയികൾ മാത്രം എന്ന പുതിയ ജാതകം നിങ്ങൾക്ക് കുറിക്കാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.